നമസ്കാരം. ഇന്നത്തെ വീഡിയോ സൂര്യനമസ്കാരത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയാനാണ്. കഴിഞ്ഞ ദിവസം സൂര്യനമസ്കാരം ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സൂര്യനമസ്കാരം ഒരു സമ്പൂർണ്ണ വ്യായാമ രീതിയായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ആയിക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് ഒരു ചെറിയ രീതിയിലൊരു കോമ്പറ്റീഷനൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. യോഗ ഒരു മത്സരിക്കാനുള്ള ഒരു മാർഗമൊന്നുമല്ല. യോഗയ്ക്ക് അതിൻ്റേതായ ഒരു പവിത്രതയൊക്കെ ഉണ്ട്. ഒരു മത്സരമൊന്നുമല്ല. എന്നാലും സ്പോർട്സ് കൗൺസിലൊക്കെ യോഗ ആസനങ്ങളുടെ കോമ്പറ്റീഷനൊക്കെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടൊരു കായിക ഇനമായിട്ടൊക്കെ യോഗയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ആസനങ്ങളെ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ സൂര്യനമസ്കാരത്തിൻ്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് ഒന്ന് നോക്കാം. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ളൊരു ഹീരാരത്തൻ മനേഗ് എന്ന് പറയുന്ന ഒരാളെ കുറിച്ചൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം 11 വർഷമായിട്ട് ഭക്ഷണം പോലും ഇല്ലാതെ സൂര്യനെ മാത്രം നോക്കിയിട്ട് ജീവിക്കുന്ന ഒരാളായിരുന്നു എന്നാണ് പറയുന്നത്. ശാസ്ത്രലോകത്തിനെ പോലും അതിശയിപ്പിക്കുന്ന ആ ഹീരാരത്തൻ മനേഗിൻ്റെ ഭക്ഷണം സൂര്യകിരണങ്ങൾ മാത്രമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ തെളിയിക്കുന്നത് സൂര്യകിരണങ്ങൾ ഏറ്റിട്ട് മാത്രം മനുഷ്യനെ ജീവിക്കാനാകും എന്നുള്ളൊരു സത്യത്തെയാണ്. ലോകത്തിന് മുഴുവൻ ഊർജ്ജം നൽകുന്നത് സൂര്യ തേജസ്സാണ്. ഇവിടെ പ്രകൃതിയിലുള്ള എല്ലാ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാ മനുഷ്യർക്കൊക്കെ ആ സൂര്യൻ്റെ കിരണങ്ങൾ, സൂര്യൻ്റെ ഊർജം യാതൊരുവിധ പ്രതിഫലവും ഇച്ഛിക്കാതെ പരിപൂർണ സമർപ്പണ മനോഭാവത്തിൽ തരുന്ന സൂര്യനെ ഉദയത്തിൽ തന്നെ വ്യായാമവുമായിട്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുമ്പോൾ ഒരു സങ്കല്പം കൂടി ആയിട്ട് ചെയ്യുന്നത് ഏറ്റവും ഗുണകരമായിട്ടുള്ളതായിട്ടാണ് പറയുന്നത്. ഒരു സമ്പൂർണ്ണ വ്യായാമ രീതിയായിട്ടാണ് ലോകം മുഴുവൻ ഇന്ന് സൂര്യനമസ്കാരത്തിനെ കാണുന്നത്. സൂര്യനമസ്കാരത്തിൻ്റെ ഓരോ സ്റ്റെപ്പുകളും ബാക്ക്വേഡ് ബെൻഡും ഫോർവേഡ് ബെൻഡും അതുപോലെ ട്വിസ്റ്റിങ്ങും ഹാൻഡ് ബാലൻസിങ്ങും ലെഗ് ബാലൻസിങ്ങും എല്ലാം വരുന്നുണ്ട്. അതിൽ പ്രാണായാമവും വരുന്നുണ്ട്. ശ്വാസം ഉള്ളിലേക്ക് ദീർഘമായിട്ട് എടുക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ശ്വാസം ഹോൾഡ് ചെയ്യുന്നതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രാണായാമത്തിൻ്റെ ഗുണങ്ങളും അതിൽ കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു ശിഥിലീകരണ വ്യായാമമായിട്ട് നമുക്ക് സൂര്യനമസ്കാരത്തിനെ കാണാം. ശരീരത്തിനൊരു ലൂസനിങ് എക്സസൈസൊക്കെ പോലെ ആദ്യം ചെയ്യുന്ന അതിലും ഉൾപ്പെടുത്തിയിട്ട് സൂര്യനമസ്കാരത്തിനെ ചെയ്യാം. എല്ലാ ഭാഗങ്ങൾക്കും ഗുണം കിട്ടുന്ന ഒരു സമ്പൂർണ്ണ വ്യായാമ രീതിയാണ് സൂര്യനമസ്കാരം. ഏറ്റവും നല്ലത് സൂര്യനമസ്കാരം രാവിലെ ചെയ്യുന്നതാണ്. സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന സമയത്ത് സൂര്യൻ്റെ കിരണങ്ങളൊക്കെ ശരീരത്തിൽ പതിക്കാവുന്ന രീതിയിൽ സൂര്യനമസ്കാരം ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ശരീരത്തിലധികം വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ അഴഞ്ഞ വസ്ത്രങ്ങളൊക്കെ ധരിച്ചതിന് ശേഷം സൂര്യനമസ്കാരം ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ്. സ്ഥിരമായിട്ട് സൂര്യനമസ്കാരം ചെയ്യുന്നവർ എന്നും യുവാവായിട്ടിരിക്കുന്നതാണ് പറയുന്നത്. അതുപോലെ നല്ല മുഖകാന്തി വർദ്ധിക്കും. മുഖത്തെ കരുവാളിപ്പൊക്കെ അകറ്റിയിട്ട് നല്ല പ്രസരിപ്പ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ശാരീരികമായിട്ടുള്ള ശക്തി, മനഃശക്തി എന്നിവയൊക്കെ നന്നായിട്ട് വർദ്ധിക്കും. ഇത്തരത്തിൽ സ്ഥിരമായിട്ട് സൗന്ദര്യം ഉണ്ടാകാൻ സഹായിക്കുന്ന ഒരു സമ്പൂർണ്ണ വ്യായാമ രീതി തന്നെയാണ് സൂര്യനമസ്കാരം. ദഹന പ്രവർത്തനങ്ങൾക്കും ഗ്രന്ഥികളുടെ പ്രവർത്തനങ്ങളൊക്കെ കാര്യക്ഷമമാകാനൊക്കെ സഹായകരവും. അതുപോലെ ഉദരശുദ്ധി, കണ്ഠശുദ്ധി എന്നിവയൊക്കെ വർദ്ധിക്കും. ചർമ്മത്തിനൊക്കെ നല്ല തിളക്കവും മൃദുലതയും ഉണ്ടാവും. അതുപോലെ വായുക്ഷോഭം, അർശസ്, മലബന്ധം, തലചുറ്റൽ, കാഴ്ചക്കുറവ്, ശിരോരോഗങ്ങൾ എന്നിവയൊക്കെ അകറ്റിയിട്ട് നിത്യ യൗവനം പ്രദാനം ചെയ്യാൻ സൂര്യനമസ്കാരം ഏറ്റവും നല്ലതാണ്. നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും അനിവാര്യമായിട്ട് സൂര്യപ്രകാശവും അതുപോലെ ശുദ്ധവായുവൊക്കെയാണ് വേണ്ടതെന്ന് ആധുനിക ശാസ്ത്രം പോലും പറയുന്ന സ്ഥിതിക്ക് ഇതിൻ്റെ പ്രാധാന്യം ഒന്ന് ആലോചിക്കേണ്ടതാണ്. അതുപോലെ ശരീരത്തിൻ്റെ ഓരോ ചലനങ്ങളിലും നമ്മുടെ ശ്വാസഗതിയിലും മനസ്സിനെ പൂർണ്ണമായിട്ടും കേന്ദ്രീകരിച്ചിട്ട് വേണം സൂര്യനമസ്കാരം ചെയ്യാൻ. ഒരു യാന്ത്രികമായിട്ട് സൂര്യനമസ്കാരം ചെയ്യുമ്പോൾ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഗുണം ലഭിക്കില്ല എന്നാണ് പറയുന്നത്. ഓരോ ഘട്ടത്തിലും ഓരോ പൊസിഷനിൽ നിന്ന് അടുത്ത പോസ്റ്ററിലേക്ക് മാറുന്ന സമയത്തൊക്കെ ആ സൂര്യൻ്റെ തേജസ് ഉണ്ടല്ലോ, ആ സത്വ സ്വരൂപം മനസ്സുകൊണ്ട് വണങ്ങിയിട്ട് ആ തേജസ് നമ്മളിലേക്ക് ഉൾക്കൊണ്ട് വേണം സൂര്യനമസ്കാരം ചെയ്യാൻ.
ഈ സൂര്യൻ്റെ ഊർജ്ജം തന്നെയാണ് നമ്മളിൽ ചൈതന്യമായിട്ടുള്ള ശക്തി എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് നമ്മളിലെ ചൈതന്യം കൂടുതൽ പ്രകാശപൂരിതമാകുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്തുകൊണ്ടാണ് സൂര്യ നമസ്കാരം ചെയ്യേണ്ടത്. ഇപ്പോൾ പുഷ്പങ്ങളും ജീവജാലങ്ങളൊക്കെ സൂര്യനോട് കാട്ടുന്നൊരു മനോഭാവം ഉണ്ടല്ലോ, ആ ഒരു മനോഭാവമാണ് നമുക്കും വേണ്ടത്. സൂര്യതേജസ്സൊക്കെ കൊണ്ട് താമരയൊക്കെ വിടരുന്നത് പോലെ നമ്മളിൽ ആ സൂര്യതേജസ്സൊക്കെ വിടരുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യണം. സൂര്യൻ്റെ അസ്തമയമൊക്കെ കാണുമ്പോൾ നമുക്ക് ശരിക്കും ഉറക്കത്തിലേക്ക് നമുക്ക് ക്ഷീണമാണ് ശരിക്കും സംഭവിക്കുന്നത്. അതുപോലെ തന്നെ സൂര്യ ഉദയം കാണുമ്പോൾ നമുക്ക് നല്ല ഉന്മേഷവും നമുക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സൂര്യനുമായിട്ട് നമ്മളുടെ ബന്ധം ഒന്ന് ആലോചിച്ചാൽ മതി. അതുപോലെ മന്ത്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റാണ്. മനസ്സിൻ്റെ ശക്തിയും കൂടിയും ഈ വ്യായാമ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ മാത്രമാണ് അതിനെ സൂര്യ നമസ്കാരത്തിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള ഗുണം നമുക്ക് ലഭിക്കുള്ളൂ. നമ്മുടെ തലച്ചോറ്, അതുപോലെ നട്ടെല്ല്, കശേരുക്കൾ എന്നിവയിലൊക്കെ നല്ല ഊർജ്ജപ്രവാഹം ഉണ്ടാക്കുന്ന സൂര്യ നമസ്കാരം ഇടാപിംഗള സുഷുമ്ന നാഡികളൊക്കെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഇതിലൂടെ ശാരീരികമായിട്ടുള്ള ഉന്മേഷം, ബുദ്ധിസ്ഥിരത, ഓർമ്മശക്തി എന്നിവയൊക്കെ വർദ്ധിക്കും. കാഴ്ചശക്തി, കേൾവി ശക്തി എന്നിവയ്ക്കും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും. അതുപോലെ ഉദരം, പ്ലീഹ, കരൾ, കുടൽ തുടങ്ങിയ ദഹനേന്ദ്രിയങ്ങളൊക്കെ പുഷ്ടിപ്പെടും. മലബന്ധം പൂർണ്ണമായിട്ടും സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ ഇല്ലാതെയാവും. കൈകൾ, നെഞ്ച്, ഉദരം തുടങ്ങിയ ഭാഗത്തെ മാംസപേശികളൊക്കെ ശക്തിപ്പെടും. അവയുടെ ഒക്കെ സൗന്ദര്യം വർദ്ധിക്കും. ഹൃദയത്തിൻ്റെ ശക്തി വർദ്ധിക്കും. രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ എന്നിവയൊക്കെ പൂർണ്ണമായിട്ടും നമ്മളിൽ നിന്ന് വിട്ടകലും. ശ്വാസകോശ രോഗങ്ങളൊക്കെ നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് ശമിക്കും. ക്ഷയം, ആസ്മ, കഫക്കെട്ട് അത്തരം പ്രശ്നങ്ങളൊക്കെ നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടകലും. അതുപോലെ രക്തചംക്രമണം ഒന്ന് ബാലൻസ് ചെയ്യും. അങ്ങനെ നല്ല തേജസ്സും സൗന്ദര്യവും നല്ല ആരോഗ്യവും ഉള്ള ആളുകളായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. മന്ത്രജപത്തോടെയായിട്ടുള്ള സൂര്യ നമസ്കാരം നമ്മുടെ ശരീരത്തിലെ ഊർജ്ജ കേന്ദ്രങ്ങളൊക്കെ തട്ടി ഉണർത്തുന്നതാണ് പറയുന്നത്. തൈറോയിഡ്, പാരാതൈറോയിഡ് ഗ്രന്ഥികളൊക്കെ നല്ല ഊർജ്ജസ്വലായിട്ട് തീർക്കും. അതുപോലെ സൂര്യരശ്മികൾ ഏറ്റുകൊണ്ടുള്ള സൂര്യ നമസ്കാരം സ്കിന്നിനൊക്കെ നല്ല തിളക്കം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അതുപോലെ ത്വക്ക് രോഗങ്ങളൊക്കെ ശമിപ്പിക്കും. സൂര്യരശ്മികളൊക്കെ നന്നായിട്ട് ഏൽക്കുമ്പോൾ പുഷ്പങ്ങളൊക്കെ കൂടുതൽ വിടരണ പോലെ സൂര്യ നമസ്കാരം നമ്മളെയും നന്നായിട്ട് ഊർജ്ജസ്വലാക്കും. സ്ത്രീകളിലുണ്ടാകുന്ന ആർത്തവ തകരാറുകൾ, ഗർഭധാരണ പ്രശ്നങ്ങളൊക്കെ പൂർണ്ണമായിട്ട് അകലും. അവരുടെയൊക്കെ ശരീര സൗന്ദര്യം ദൈനംദിനം വർദ്ധിക്കാൻ സൂര്യ നമസ്കാരം നല്ലൊരു ഗുണകരമായിട്ടുള്ളൊരു വ്യായാമ രീതിയാണ്.